ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ ഒരു പരമ്പരയായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരതീയ ദർശനവും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ പൊതുവെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഒരു എക്സ്പീരിയൻഷ്യൽ സബ്ജക്റ്റ് ആണെന്നും ഇതിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തോ കാരണത്താൽ വിശ്വസിച്ചു വരുന്നത്. അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാലോ, ഏതൊരു സയൻസും ഫിലോസഫി ആയിട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ മുഖ്യ പ്രതിപാദന വിഷയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് ശാസ്ത്രമാകുന്നു. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് ഒരു സപ്പോർട്ടിങ് സയൻസ് ആണ്. അതൊരു മുഖ്യധാര സയൻസ് അല്ല. എവിടെയൊക്കെ ശാസ്ത്രമുണ്ടോ അതിനെയൊക്കെ കമ്പ്യൂട്ടേഷണൽ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആധുനിക യുഗത്തിൽ ട്രഡീഷണൽ ലാബുകൾ അല്ലെങ്കിൽ വെറ്റ് ലാബ് എന്നാണ് MITയിലെ ഒരു പ്രൊഫസർ വിശേഷിപ്പിച്ച വെറ്റ് ലാബിൽ നിന്ന് പ്രോഗ്രാമിംഗ് ഡിജിറ്റൽ റെൽമിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1960s ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഇലക്ട്രോണിക്സിനെ കമ്പ്യൂട്ടറിന്റെ റെൽമിലോട്ട് കൊണ്ടുവന്നു. ഇനി സർക്യൂട്ട് സിമുലേഷൻ ലാംഗ്വേജസ്, CPU ഡിസൈൻ, അങ്ങനത്തെ മേഖലകളൊക്കെ കൊണ്ടുവന്നു. ഇന്ന് സോഫ്റ്റ്വെയർ സിമുലേറ്റേഴ്സും എമുലേറ്റേഴ്സും വെച്ചിട്ടാണ് മിക്ക ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് പോലും നടക്കുന്നത്. സെയിം പ്രക്രിയ ഈ ജനറ്റിക്സ് മെച്ചോർഡ് ആവുകയും വാട്സൺ ആൻഡ് ക്രിക്ക് കോഡ് ക്രാക്ക് ചെയ്തതിനു ശേഷം അതും ബയോ ഇൻഫോർമാറ്റിക് ആയിട്ട് പരിണമിക്കുകയാണ്, കെമിസ്ട്രി ഇൻഫോർമാറ്റിക്സ് ആയിട്ട്. അങ്ങനെ എന്തിനു പറയുന്നു, ഇനി ഇപ്പോൾ സെർച്ച് പോലും ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഡൊമൈനിലോട്ട് വന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന LLM അഥവാ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക്, ഈ ന്യൂറൽ നെറ്റ്വർക്ക് കാണുന്നത്. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആശയത്തിൽ നിന്ന് എങ്ങനെ കോഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ആധുനിക ഡെവലപ്പേഴ്സ് ശ്രമിക്കേണ്ടത്. ഫോർ സം റീസൺ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൊതുവെ വിശ്വസിക്കുന്നത് ചെയ്ത് ഒരു കാര്യം പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ചെയ്ത് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സ്കില്ല് കൂടും, പക്ഷെ നോളജ് കൂടുക എന്നുള്ളത് ഇതാണ്. അപ്പോ നമുക്ക് ഫിലോസഫി ഈ നമ്മുടെ പല ആശയങ്ങളെ ക്രോഡീകരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഫിലോസഫി എന്നാണ് മിക്കവരുടെയും ധാരണ. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഫിലോസഫി അഥവാ ഭാരതീയ ദർശനത്തെ കുറിച്ച് പഠിക്കാൻ അക്കാഡമിക് തലത്തിൽ പഠിക്കണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾക്ക് പോകുന്നവർക്ക് സാധിക്കും. അതിൽ തന്നെ ആധുനിക ഫിലോസഫി എന്ന് പറഞ്ഞ് ഭാരതീയ തത്വസംഹിതകളെ മനസ്സിലാക്കാത്ത പ്രൊഫസർമാർക്ക് ഇത് പഠിപ്പിച്ചാൽ പ്രശ്നമുണ്ട്. അപ്പോ ഒരു ഭാരതീയ ദർശനത്തിന്റെ ഭൂമിക എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ദർശിക്കാം എന്നുള്ള ഒരു വൈയക്തികമായ അന്വേഷണത്തിന്റെ ചില ഏടുകളാണ് ഞാൻ ഈ വീഡിയോ പരമ്പരയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ അദ്വൈത വേദാന്ത ദർശനത്തിന്റെ ഒരു ബഡിങ് സ്കോളറാണ്. അദ്വൈത ദർശനത്തിനെ കുറിച്ച് പഠിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ശ്രീമാൻ നടരാജ ഗുരു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, നടരാജ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിരുന്നു. നടരാജ ഗുരുവിന്റെ ഡിസൈപ്പിൾസ് ആണ് നിത്യചൈതന്യയതിയും മുനി നാരായണ പ്രസാദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വർക്കല ശിവഗിരി ആശ്രമത്തിലല്ല അദ്ദേഹം ഉള്ളത് നടരാജഗുരു സ്ഥാപിച്ച നാരായണ ഗുരുകുലത്തിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ ഒരു നല്ല ബുക്ക് സ്റ്റാൾ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നടരാജ ഗുരുവിന്റെ ഒരു ഫേമസ് കൃതിയുണ്ട്, സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട്. അതിനെ മലയാളത്തിലോട്ട് മൊഴിമാറ്റം നടത്തിയപ്പോൾ പരമ്പൊരുൾ പാശ്ചാത്യ ദർശനത്തിൽ നിന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് ബുക്കും അതിന്റെ മലയാളം ബുക്കും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇംഗ്ലീഷ് ബുക്ക് ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ പ്രതിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിന് ചുറ്റിപ്പറ്റി 3 ഗ്രന്ഥങ്ങൾ നടരാജ ഗുരു രചിച്ചിട്ടുണ്ട്. അത് വാല്യൂസ് മാഗസിനിൽ വന്ന ആർട്ടിക്കിൾസ് ആണ്. അത് ഗ്രന്ഥമായിട്ട് സമാഹരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് യൂണിറ്റി ഫിലോസഫി എന്നാണ്. യൂണിറ്റി ഫിലോസഫി എന്നുള്ള ഗ്രന്ഥത്തിൽ 3 പുസ്തകങ്ങളാണുള്ളത്. വേദാന്തം ഒരു പുനരീക്ഷണം, രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര്
ഒരു ഗുരുവിന്റെ സത്യദർശനം. മൂന്നാമത്തേല് ബുക്കിന്റെ പേര് പരമ്പൊരുൾ പാശ്ചാത്യ ദർശനത്തിൽ, അതിന്റെ ഇംഗ്ലീഷിൽ വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റ്. രണ്ടാമത്തെ ബുക്കിന്റെ പേര് ഫിലോസഫി ഓഫ് എ ഗുരു. മൂന്നാമത്തെ ബുക്കിന്റെ പേര് സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട്. ആ സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഞാനൊരു ലേണിംഗ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഫിലോസഫിയിലേക്ക് ഒരു പ്രവേശിക്കുക എന്ന രീതിയിൽ ആ ലേണിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ ലേണിംഗ് ഫ്രെയിംവർക്കിന് 18 മാനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ 18 മാനങ്ങൾ ഏതാന്നുള്ളത് പതുക്കെ പതുക്കെ പറയാൻ ശ്രമിക്കാം. ഈ ഏത് വിഷയം എടുക്കുക, ലോകത്തെ ഏത് വിഷയം എടുത്താലും അതിനൊരു സെൻട്രൽ ഡോഗ്മ, ഒരു അല്ലെങ്കിൽ ഒരു അധിഷ്ഠാനം അല്ലെങ്കിൽ ഒരു ബേസിസ് ഉണ്ടായിരിക്കണം. ലോകത്തെ ഏത് ഡിസിപ്ലിനും ഒരു നോം ഉണ്ടായിരിക്കണം. ആ നോമിനെ ചുറ്റിപ്പറ്റി കുറെ ആശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നോം ഉണ്ടായാൽ മാത്രം പോരാ, അതിനൊരു റെൽം ഉണ്ടാവണം, അഥവാ അധികാര പരിധി. അപ്പൊ ഒരു സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ നോമാണ്, അതായത് അധിഷ്ഠാനമാണ്. അതിനൊരു റെൽം, ഒരു അധികാര പരിധിയുണ്ട്. എന്താണ് ആ സബ്ജക്റ്റിന്റെ ഉള്ളിൽ വരുന്നത്, എന്താ സബ്ജക്റ്റ് അല്ല എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്. അതങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഡെഫിനേഷൻ അല്ല. ആധുനിക ലോകം ഇന്റർഡിസിപ്ലിനറി ആയതുകൊണ്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എവരി സബ്ജക്റ്റ് ഹാസ് ഗോട്ട് എ നോം ആൻഡ് എ റെൽം. അപ്പൊ നമുക്ക് കുറച്ച് നോമുകൾ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ, അതായത് വിത്തൗട്ട് എനി ക്വാളിഫയർ, ഇപ്പോ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഉണ്ട്, ബിഹേവിയറൽ എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള എക്കണോമിക്സ് ഉണ്ട്. പക്ഷെ എക്കണോമിക്സ് പ്രോപ്പർ, അതായത് 1850-നും 1900-നും ഇടയ്ക്ക് ശാസ്ത്രലോകത്ത് ആവിർഭവിച്ച ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ സെൻട്രൽ ഡോഗ്മ അല്ലെങ്കിൽ മൂലതത്വം എന്താന്ന് വെച്ചാൽ ഹോമോ എക്കണോമിക്കസ് എന്നാണ്. ഹോമോ എക്കണോമിക്സ്. അപ്പൊ ഹോമോ എക്കണോമിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ എക്കണോമിക് മാൻ. അതായത് അത് ഈ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹ്യൂമൻസിനെ, അതിന്റെ ഓരോ കാറ്റഗറീനെ ഏജൻസ് എന്ന് വിളിക്കുന്നു. അപ്പോ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ മൂല അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിന്റെ മാർക്കറ്റ് മെക്കാനിസത്തിന്റെ അറ്റ്ലീസ്റ്റ്, അതായത് കുറെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓർ ഏജൻസ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവൻച്വലി അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രൈസ് ഈക്വിലിബ്രിയത്തിലെത്തും. അല്ലെങ്കിൽ അങ്ങനെ മാർക്കറ്റ് വെച്ച് പ്രൈസ് ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അധികാര പരിധി. അതിന്റെ നോം എവരി മാൻ ഈസ് റാഷണൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു എക്കണോമിക്സിന്റെ എക്സാമ്പിൾ. ഇനിയിപ്പോ നമ്മൾ ഫിസിക്സ് പറയുകയാണെങ്കിൽ ഫിസിക്സ് ഈസ് സ്റ്റഡി ഓഫ് മാറ്റർ. അപ്പൊ സ്റ്റഡി ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ, അതിനൊരു റെൽം ഉണ്ട്. അത് ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, അതിനതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. എന്ന സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ സൂക്ഷ്മതലത്തിൽ നോക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ഉണ്ട്. അപ്പോൾ പക്ഷെ അവിടെ സ്റ്റഡി ഓഫ് മാറ്റർ എന്നല്ല, സ്റ്റഡി ഓഫ് റിയാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം ആ ലെവലെത്തുമ്പോൾ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും ഒരു അധിഷ്ഠാനമുണ്ട്, അതിനൊരു അധികാര പരിധിയുണ്ട്, നോമുണ്ട്, റെൽമുണ്ട്. അതിപ്പോ മെഷീൻ ലേണിംഗ് എന്നുള്ളതെന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാമിംഗ് എ കമ്പ്യൂട്ടർ, യു യൂസ് ഡാറ്റ ടു generate a program out of it which will describe this data. അപ്പോൾ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ലേണിംഗ്, എന്താണ് മെഷീൻ ലേണിംഗ്, ഇനി റിമെമ്പറിംഗ് ലേണിംഗ് തമ്മിൽ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു കുറെ വിഷയങ്ങൾ അത് പ്രതിപാദിക്കുക. അതാണ് അതിന്റെ റെൽമ. അപ്പൊ നോമും റെൽമും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫിലോസഫിയിൽ നിന്ന് ബ്രാഞ്ച് ചെയ്തതാണ് മറ്റേ എല്ലാ സബ്ജക്റ്റും. അപ്പോൾ മെഷീൻ ലേണിംഗ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫിലോസഫിയുടെ 3 ബ്രാഞ്ച് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി എന്നാണ്. ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്സിസ്റ്റൻസ് എന്നാണ് അർത്ഥം. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് നോളജ്. ആക്സിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വാല്യൂസ് ഓർ മൂല്യം. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരു നോമുണ്ട്,
അതിനൊരു റെൽമുണ്ട്. അതിലെ ഓരോ കൺസെപ്റ്റ് ആശയങ്ങൾക്ക് നാമാത്മകമായ ആശയങ്ങളുണ്ട്, നാമരൂപാത്മകമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ രൂപാത്മകമായ ആശയം തന്നെ ഉണ്ടാവില്ല, കാരണം രൂപത്തിനൊരു നാമം എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ഒരു അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ കൊടുക്കും. അങ്ങനെ എല്ലാത്തിനെയും നോമിനൽ അഥവാ നാമാത്മകമായിട്ടാണ് ആധുനിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഈ അതിന് എല്ലാ സബ്ജക്റ്റിലും അതിലത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അതിൽ എന്തൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട്, അതിന് എന്തൊക്കെ പ്രോസസ്സസ് ഉണ്ട് ആ എൻറ്റിറ്റിയെ ചുറ്റിപ്പറ്റി, എൻറ്റിറ്റികൾ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്, അങ്ങനെയുള്ള ആ കോർ ബോഡി ഓഫ് നോളജിനെയാണ് അതിനെ ഓണ്ടോളജി എന്ന് പറയുന്നത്, അതിന്റെ ഓണ്ടോളജി. അപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഓണ്ടോളജി ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണ്ടോളജി ഒരു സബ്ജക്റ്റിന് ഉണ്ടാവണമെങ്കിൽ അതിന്റെ എലമെന്റ്സും ആട്രിബ്യൂട്ട്സും അതിന്റെ റിലേഷൻഷിപ്പും അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷനിലും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പൊ അതിനൊരു ജ്ഞാന ആധാരം വേണം, ഓർ എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സ് വേണം. അപ്പൊ മെഷീൻ ലേണിംഗിന്റെ കേസിലാണെങ്കിൽ അത് മാത്തമാറ്റിക്സിൽ നിന്ന് വരും. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഒരു ജ്ഞാന സിദ്ധാന്തമുണ്ട്, അഥവാ അതിന് ഒരു എപ്പിസ്റ്റമോളജി ഉണ്ട്. ഒരു സബ്ജക്റ്റിൻ്റെ ഉള്ളിലത്തെ ഈ എന്താ പറയാ ഡിസിപ്ലിന് എപ്പിസ്റ്റമോളജി ഉണ്ട്. ഇനി അതിനൊരു ആക്സിയോളജി ഉണ്ട്, ഇന്റൻഡഡ് പർപ്പസ് ഉണ്ട്. അതാണ് സബ്ജക്റ്റിനെ കുറിച്ച് പ്രതിപാദനം ചെയ്യുന്നത്. അപ്പോ ഒരു സബ്ജക്റ്റിന് നോം ഉണ്ട്, അതിനൊരു റെൽം ഉണ്ട്, അതിന്റെ കൺസെപ്റ്റ്സിന് നോമിനൽ ആയിട്ടുള്ളതും നാമരൂപാത്മകമായിട്ടുള്ള കൺസെപ്റ്റ്സിന്, അതായത് വിസിബിൾ ആയിട്ടുള്ളത് വിത്ത് നെയിമും ഇൻവിസിബിൾ ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നെയിമുള്ള സാധനം, അതിന്റെ റിലേഷൻഷിപ്പും അതിന്റെ ആട്രിബ്യൂട്ട്സും അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറിനുള്ള ആ കോർ നോളജിനെയാണ് അതിന്റെ സത്ത വിജ്ഞാനീയം അഥവാ ഓണ്ടോളജി എന്ന് പറയുന്നത്. അതിന്റെ ജ്ഞാന സോഴ്സ്, സ്റ്റഡി ഓഫ് നോളജ് ഇൻ ദാറ്റ്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണെങ്കിൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, അപ്പൊ അതാണ് അതിന്റെ എപ്പിസ്റ്റമോളജി. അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ആക്സിയോളജി. ഇനി നമ്മൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ കുറെ സിസ്റ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പ്യുവർ സിസ്റ്റം അല്ല, ഇന്റർഡിസിപ്ലിനറി ആയിരിക്കും. പക്ഷെ അത് മുഖ്യ വിഷയമായിട്ടുള്ള സിസ്റ്റങ്ങൾക്കല്ല. ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ബിഹേവിയർ ഉണ്ട്, അതിനൊരു ധർമ്മമുണ്ട്, അതായത് ഫങ്ഷൻ ഉണ്ട്. സ്ട്രക്ചർ, ബിഹേവിയർ, ഫങ്ഷൻ. അപ്പോ അതിലത്തെ കൺസെപ്റ്റുകൾക്ക് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ഉള്ള മതി. അത് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങൾക്ക് സ്ട്രക്ചർ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, എങ്ങനെയാണ് what are the entities, what are the relationship, how they are actually related. ഓണ്ടോളജി എന്നുള്ളത് നമ്മൾ കൺസെപ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതെങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പല ഏജൻസും പല എൻറ്റിറ്റീസും എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ സിസ്റ്റം. അതിന്റെ റൂൾസ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ബിഹേവിയറൽ എക്സ്പെക്ടേഷൻ ആണ് അതിന്റെ ബിഹേവിയർ. ആർക്കിടെക്ചറൽ തലത്തിൽ സ്ട്രക്ചറും ഡിസൈൻ തലത്തിൽ ബിഹേവിയറും ഇത് രണ്ടും കൂടിയതാണ് അതിന്റെ ധർമ്മം അഥവാ ഫങ്ഷൻ. ഇപ്പോൾ ഒരു ഫേമസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെ ബുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് പ്ലസ് അൽഗോറിതം പ്ലസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇസ് ഈക്വൽ ടു പ്രോഗ്രാം എന്നാണ്. അപ്പൊ ഡാറ്റ സ്ട്രക്ചർ നെയിം, അൽഗോറിതംസ് അതിന്റെ ബിഹേവിയർ നെയിം, ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ബിസിനസ് ഫംഗ്ഷനാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഫംഗ്ഷനാലിറ്റിയോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് നോം ഉണ്ടെന്ന് പറഞ്ഞു, അതിനൊരു റെൽം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിന് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ വിഷയങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചറുകൾക്ക് അല്ല അതിന്റെ സിസ്റ്റങ്ങൾക്ക് സ്ട്രക്ചർ, ബിഹേവിയർ, ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് എടുക്കുക. ഇപ്പൊ പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, UML ഡയഗ്രാം എന്താണ്? അതൊരു പിക്ചർ ലാംഗ്വേജ് ആണ്. അതിനെ വിളിക്കുന്നത് പ്രോട്ടോ ലാംഗ്വേജ് എന്നാണ്. ഫോംസിനെ കാണിക്കാൻ വേണ്ടി സിംബോളിക്കലി വെക്കുന്നതിന്. ഫോംസ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമല്ലോ. ഓക്കെ, മറ്റേ
TDDയുടെ ഉദ്ദേശം റെഡ് ഗ്രീൻ റീഫാക്ടർ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ N യൂണിറ്റ് J യൂണിറ്റ് അങ്ങനത്തെ ടെസ്റ്റ് റണ്ണർ എന്താണെന്നും അതിന്റെ ഗ്രാഫിക്കൽ ടെസ്റ്റ് റണ്ണറിൽ എങ്ങനെ ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ റെഡ് കാണുമെന്നും ടെസ്റ്റ് സക്സീഡ് ചെയ്യുമ്പോൾ ഗ്രീൻ ആണെന്നും വൺസ് ടെസ്റ്റ് സക്സീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റീഫാക്ടർ ചെയ്യണം എന്നുള്ളത് ഒരു അങ്ങനത്തെ പ്രതിപാദിക്കുന്നതിനെയാണ് മെറ്റാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ കൺസെപ്റ്റ്സ് ഉണ്ടാവും, അതിന്റെ സിസ്റ്റംസ് ഉണ്ടാവും, പിന്നെ അതിനൊരു മെറ്റാ ലാംഗ്വേജ് ഉണ്ടാവും, അതിനൊരു പ്രോട്ടോ ലാംഗ്വേജ് ഉണ്ടാവും. എല്ലാ കാര്യത്തിനും 3 അംഗങ്ങളുണ്ട്. അപ്പൊ മെറ്റാ ലാംഗ്വേജിന്റെ 3 അംഗങ്ങൾ സിൻടാക്സ്, അതായത് സ്റ്റഡി ഓഫ് എങ്ങനെയാണ് ലാംഗ്വേജ് ഓർഗനൈസ് ചെയ്യേണ്ടത്, സെമാൻറ്റിക്സ് അതിന്റെ അർത്ഥം എന്താണ്, പ്രാഗ്മാറ്റിക്സ് അതിന്റെ ലക്ഷണാർത്ഥം എന്താണ്, ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇംപ്ലൈഡ് മീനിങ് ഉണ്ട്. ഇംപ്ലൈഡ് മീനിങ് മാത്രമല്ല അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പോൾ അതിന്റെ മെറ്റാ ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ട്, സെമാൻറ്റിക്സ് ഉണ്ട്, പ്രാഗ്മാറ്റിക്സ് ഉണ്ട്. ഇനി അത് ഡെപിക്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ കേസിലാണെങ്കിൽ ANSI IEC സിമ്പിൾസ് വെച്ചിട്ടാണ് സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുന്നത്. അതിന് ലേഔട്ട് ഡയഗ്രത്തിനൊക്കെ നമുക്ക് സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രോട്ടോ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിപ്പോ നിങ്ങൾ എക്കണോമിക്സിനാണെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടും ഡയഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിന്റെ പ്രോട്ടോ ലാംഗ്വേജ്. അപ്പോൾ അതിന്റെ മെറ്റാ ലാംഗ്വേജിന് സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ് ഉള്ള മാതിരി തന്നെ അത് കൺസെപ്റ്റിന്റെ ഓണ്ടോളജി ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ പ്രോട്ടോ ലാംഗ്വേജിന് മോഡലിംഗ് ഉണ്ട്, ഏത് മോഡലാണ് സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലത്തെ മാപ്പ് ചെയ്യണം ആ മോഡലുകളായിട്ട്, അത് വേണ്ടത് റെൻഡർ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ സബ്ജക്റ്റിനും ഒരു നോമുണ്ട്, അതിനൊരു അധികാര പരിധി ഉണ്ട്, അതിലെ കൺസെപ്റ്റുകൾക്ക്, നാമരൂപാത്മകമായ കൺസെപ്റ്റുകൾക്ക് ഓണ്ടോളജി ഉണ്ട്, എപ്പിസ്റ്റമോളജി ഉണ്ട്, ആക്സിയോളജി ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ സിസ്റ്റങ്ങൾക്ക് സ്ട്രക്ചർ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്. അതിനെ പ്രതിപാദിക്കുന്ന നോമിനൽ ലാംഗ്വേജ് അഥവാ മെറ്റാ ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ട്, സെമാൻറ്റിക്സ് ഉണ്ട്, പ്രാഗ്മാറ്റിക്സ് ഉണ്ട്. അത് പിക്ചോറിയലി വരയ്ക്കുന്ന ലാംഗ്വേജിനെ പ്രോട്ടോ ലാംഗ്വേജ് എന്ന് വിളിക്കും. പ്രോട്ടോ ലാംഗ്വേജിന് സ്ട്രക്ചർ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, മോഡലിംഗ് ഉണ്ട്, മാപ്പിംഗ് ഉണ്ട്, റെൻഡറിങ് ഉണ്ട്. ഇത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 12 എണ്ണം ഉണ്ടല്ലോ, അതായത് മറ്റേ കൺസെപ്റ്റ്സ്, എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ഉണ്ട്. സിസ്റ്റത്തിന് സ്ട്രക്ചർ, ബിഹേവിയർ, ഫങ്ഷൻ ഉണ്ട്. മെറ്റാ ലാംഗ്വേജിന് സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ് ഉണ്ട്. പ്രോട്ടോ ലാംഗ്വേജിന് മോഡലിംഗ്, മാപ്പിംഗ്, റെൻഡറിങ് ഉണ്ട്. അപ്പൊ ഈ 12 ഈ നോവും റെൽമും കൂടി കൂട്ടി കഴിഞ്ഞാൽ 14 തത്വങ്ങളായി. ഇനി അടുത്ത 4 തത്വങ്ങൾ മെത്തഡോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന് ഫാക്ട് ട്രൂത്ത്, അതായത് പ്രാമാണിക ഗ്രന്ഥങ്ങളും മറ്റേ ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണെങ്കിൽ എക്സ്പേർട്സ് പൊതുവെ ഒരു പൊതുബോധത്തിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്നതാണ് അതിന്റെ ഫാക്ട് ട്രൂത്ത്. അത് നമ്മൾ പഠനത്തിലൂടെയോ ഇത് ചെയ്യണം. പിന്നെ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും. ഇൻഫറൻഷ്യൽ ട്രൂത്ത് ആണ് അടുത്തത്. ഇനിയിപ്പോ നമ്മൾ ഫാക്ട് ട്രൂത്തും ഇൻഫറൽ ട്രൂത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ധാരണ ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഡയലോജിക്കൽ ട്രൂത്ത് എന്ന് പറയും. അതായത് നമ്മൾ സമാന വീക്ഷണമുള്ളവരായിട്ട് ഡയലോഗിലൂടെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഡയലക്ടിക്കൽ ട്രൂത്ത് എന്ന് പറയും. വിരുദ്ധ വിഷയങ്ങളും പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ, റിഡക്ഷൻ ആഡ് അബ്സർഡം, ഇങ്ങനത്തെ നേതി അതൊക്കെ വെച്ച് നമ്മൾ സംവാദം നടത്തി തർക്ക വിതർക്ക കുതർക്കങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ജ്ഞാനമാണ് 18ാമത്തെ അംഗം. അപ്പോൾ ഇതാണ് 18 തത്വങ്ങൾ. അതായത് എല്ലാ സബ്ജക്റ്റിനും ഒരു നോം ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യമേ റിപ്പീറ്റ് ചെയ്യണം, എല്ലാ സബ്ജക്റ്റിനും ഒരു നോം ഉണ്ടായിരിക്കണം, അതിനൊരു അധികാര പരിധിയുണ്ട്, അതിലെ കൺസെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഡിസിപ്ലിനിലെ എൻറ്റിറ്റീസിനും പ്രോസസ്സസിനും മറ്റേ റൂൾസ് റിലേഷൻഷിപ്പിനും ഒക്കെ നെയിം ഉണ്ട്. അതായത് ഓണ്ടോളജി ഉണ്ട്, അതിന് ഒരു പ്രമാണശാസ്ത്രമുണ്ട്, അതായത് എപ്പിസ്റ്റമോളജി ഉണ്ട്, പിന്നെ അത് ഒരു പ്രയോജനപരതയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട്, അതാണ് അതിന്റെ അപ്ലിക്കേഷൻ അഥവാ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ഉണ്ട്. അത് ഡൊമിനന്റ് ആയിട്ട് വരുന്ന സിസ്റ്റങ്ങളിൽ, മറ്റ് സിസ്റ്റങ്ങളായിട്ടൊക്കെ അത് മറ്റ് ഡിസിപ്ലിൻസ് ആയിട്ട് അത് ഇത് ഇന്നത്തെ കാലത്ത് മിക്ക സിസ്റ്റംസും ഇന്റർ ഡിസിപ്ലിനറിയാണ്. അത് സിസ്റ്റമായിട്ട് കാണുന്ന സ്ഥലത്ത് അവിടെ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ബിഹേവിയർ ഉണ്ടായിരിക്കണം, ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ഇനി
അതേതാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അതിനെ പ്രതിപാദിക്കുന്ന ലാംഗ്വേജ്, ഡിസിപ്ലിൻ മെറ്റാ ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ടാവും, സെമാന്റിക്സ് ഉണ്ടാവും, പ്രാഗ്മാറ്റിക്സ് ഉണ്ടാവും. അതിന്റെ പ്രോട്ടോ ലാംഗ്വേജിന് എന്താ പറയുക, ഈ മോഡലിംഗ് ഉണ്ട്, മാപ്പിംഗ് ഉണ്ട്, റെൻഡറിംഗ് ഉണ്ട്. പിന്നെ അടുത്തത് ഫാക്ട് ട്രൂത്ത്, ഇൻഫറൻഷ്യൽ ട്രൂത്ത്, ഡയലോജിക്കൽ ട്രൂത്ത്, ഡയലക്ടിക്കൽ ട്രൂത്ത്. ഈ ഫാക്ടർ ട്രൂത്ത്, ഇൻഫറൻഷ്യൽ ട്രൂത്ത്, ഡയലക്ടിക് ട്രൂത്ത് നടരാജ ഗുരുവിന്റെ ആ പുസ്തകത്തിലെ 3 കാര്യങ്ങളാണ്. ഡയലോജിക്കൽ ട്രൂത്ത് എന്നുള്ളത് രാജീവ് മൽഹോത്രയുടെ ബീയിങ് ഡിഫറെന്റിന്റെ ബുക്ക് റിലീസ് ഇൻ ചെന്നൈയിൽ അന്ന് ശ്രീകുമാർ നെല്ലിക്കപ്പള്ളി എന്നുള്ള IIT മലയാളി എന്ന് തോന്നുന്നു പുള്ളി പ്രൊഫസർ ഡയലോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് നോളജിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നാണ് ഡയലോജിക്കൽ ട്രൂത്ത്. ഇത് ഞാൻ ഡയലക്ടിക്കലായിട്ട് മാത്രമല്ല ഡയലോജിക്കലിയും ട്രൂത്ത് എടുക്കാറുണ്ട്. പിന്നെ ഡയലക്ടിക്കൽ ട്രൂത്ത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഒരു ഇൻഡിപെൻഡന്റ് മെത്തഡാന്ന് പറയാം. അപ്പൊ 19 ആവും. പിന്നെ നേതി ഉണ്ട് ആൾറെഡി, അത് 20 ആവും. പക്ഷേ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ, നേതി ഈ തെസിസ്, ആന്റിതെസിസ്, സിന്തസിസ്, തർക്ക വിതർക്ക പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരൊറ്റ അമ്പർലയിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോ ഇത്രയും ഒരു സമഗ്രമായ ഒരു ചിന്താപദ്ധതി കിട്ടണമെന്നുണ്ടെങ്കിൽ വേദാന്തം മാതിരിയുള്ള അസ്തിത്വ, അതായത് ഒരു എന്താ പറയുക, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയത് എന്താണെന്നുള്ളത് ഞാൻ ലിങ്ക്ഡിൻ പൾസിൽ എഴുതിയതാണ്. നമുക്കതൊന്നും ഒരു മിനിറ്റ് ഞാൻ അത് എടുക്കാം. ഞാനിവിടെ ഇതൊരു ആർട്ടിക്കിള് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ എഴുതിയതാണ്. അപ്പോ ആർട്ടിക്കിളിന്റെ ഇതിലുണ്ട് വൈ ഇന്ത്യൻ ഫിലോസഫി സുപ്പീരിയർ ടു മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി എന്നാണ്. The celebrated French philosopher René Descartes is allegedly the father of modern Western philosophy by saying the now famous cogito ergo sum. അതായത് റെനെ ഡെക്കാർട്ടെ അഥവാ റെനേഷ്യസ് കാർട്ടീഷ്യസ് ആണ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു കാർട്ടീഷ്യൻ ഡ്യുവലിസത്തിനെ ആധാരമാക്കിക്കൊണ്ടൊരു ഫിലോസഫി അദ്ദേഹം ഉണ്ടാക്കുകയും അതിന് പകരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നാണ്. അപ്പൊ ഇതൊരു ഫേമസ് കോഗിറ്റോ എർഗോ സം എന്നുള്ളത് ഇതുണ്ട്. അപ്പോ പക്ഷെ ഉപനിഷത്ത് ഋഷി പറഞ്ഞത് അങ്ങനെയല്ല. ഐ എക്സിസ്റ്റ് ദെയർഫോർ ഐ തിങ്ക്. ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ തിങ്ക് ചെയ്യുന്നു, അല്ലാണ്ട് ഞാൻ തിങ്ക് ചെയ്യണത് ഞാൻ ഉണ്ടെന്നുള്ളതല്ല. അപ്പൊ ഒരു വെസ്റ്റേൺ ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയും തമ്മിൽ ഒരു ചെറിയൊരു വീക്ഷണ വ്യതിയാനം ഉണ്ട് അവിടെ. ചെറുതല്ല, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഈവൻ ദോ ബോത്ത് ആർ യൂസിങ് ഐ, രണ്ടുപേരും ഐ ആണ് ഉപയോഗിക്കണമെങ്കിലും ഐ തിങ്ക് ദെയർഫോർ ഐ ആം ആണെങ്കിലും ഐ എക്സിസ്റ്റ് ദെയർഫോർ ഐ തിങ്ക് എന്ന് പറയുമ്പോഴും ദർ ഈസ് മാർക്ക്ഡ് ഡിഫറൻസ് ഇൻ ദ സെമാൻറ്റിക്സ്. അതിന്റെ അർത്ഥത്തിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ദ ഫിലോസഫി ഓഫ് ഉപനിഷത്ത് ഓർ ആത്മൻ ബ്രഹ്മൻ ഫിലോസഫി ഇന്റർപ്രറ്റ് ഐ ആസ് ആത്മൻ ഓർ കോൺഷ്യസ്നസ് വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ റിയാലിറ്റി. അപ്പൊ ഭാരതീയ വേദാന്തം പറയുന്നത് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഉള്ളിലെ ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നീ, അത് ശരിക്കും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ എന്നുള്ളത് ആത്മാവ്, അതായത് ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സോള് യൂണിവേഴ്സൽ സെൽഫിന്റെ ഭാഗമാണെന്നാണ്, സെൽഫ് സോൾ എന്നല്ല സെൽഫിന്റെ ഭാഗമാണെന്നുള്ളതാണ് ഇവിടെ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന സ്ഥാനത്ത് ഈ മൈൻഡ്, ഇന്റലക്ട്, ബോഡി, അതായത് ഈ ശരീരം, മനോബുദ്ധി, അഹങ്കാരമാവുന്ന ഞാനാണ് എന്നാണ് വെസ്റ്റേൺ ഫിലോസഫി രീതിയിൽ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യതിയാനം വന്നേക്കുന്നത്? കാരണം എല്ലാ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ
ഭാരതീയ ദർശനങ്ങൾ, അതായത് ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ അഥവാ വേദാന്തം, പിന്നെ മറ്റേ എന്താ പറയുക ബൗദ്ധം, ജൈനം, ചർവാകം. ബൗദ്ധത്തിൽ തന്നെ 4 ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക കാശ്മീർ ശൈവിസം, അങ്ങനെ 10-16 ദർശനങ്ങളുണ്ട്. അപ്പൊ ഈ ദർശനങ്ങള് ഒക്കെ അതും വെസ്റ്റേൺ ഫിലോസഫി, മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിന് പല സ്കൂൾസ് ഓഫ് തോട്ട്. ഒരു മെറ്റീരിയലിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇത്ര വ്യതിയാനം വരാൻ കാരണം എന്താ നമുക്ക് നോക്കാം. ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി ഇസ് സെയിം എവരിവെയർ. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇത് ഇമാനുവൽ കാന്ത എന്നാണ് വെസ്റ്റിൽ അത് ഫോർമുലേറ്റ് ചെയ്ത്. ഹു ആം ഐ, ഓണ്ടോളജിക്കൽ പ്രോബ്ലം അഥവാ സ്റ്റഡി ഓഫ് എക്സിസ്റ്റൻസ് ആണ്. വാട്ട് ക്യാൻ ഐ നോ, എനിക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും. എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലം, വാട്ട് ഷുഡ് ഐ ഡു, എത്തിക്സ്, എസ്തെറ്റിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ വാല്യൂ ബേസ്ഡ് എൻക്വയറി ആണ്. അതിനെയാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ലൈസ് ഇൻ വേർ വൺ സ്റ്റാർട്ട്സ് ഇൻവെസ്റ്റിഗേഷൻ. എവിടെ നിന്ന് ഫിലോസഫി 2 സബ്ജക്റ്റിലും ഹോമായി വാട്ട് കാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ ഡു ആണ് പ്രതിപാദന വിഷയം. വെസ്റ്റേൺ ഫിലോസഫിയിലാണെങ്കിലും ഇന്ത്യൻ ഫിലോസഫിയിലാണെങ്കിലും എവിടെ നിന്ന് ഫിലോസഫി തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഈ അസ്തിത്വ പ്രശ്നം, മനുഷ്യന്റെ അസ്തിത്വം, മനുഷ്യൻ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങള് തുല്യരായ എല്ലാം തുല്യരാണെന്ന്, മനുഷ്യന് പ്രത്യേക ഭരണങ്ങൾ കൊടുക്കാതെ ഈ യൂണിവേഴ്സിന്റെ ലെവൽ, അതായത് മനുഷ്യൻ ജസ്റ്റ് അനദർ ആനിമലായിട്ട് കാണുന്ന ഒരു അസ്തിത്വ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് എന്താ പറയാ ഇന്ത്യൻ ഫിലോസഫി. ദ ഇന്ത്യൻ ഫിലോസഫേഴ്സ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം existential problems by placing humans as just another species, whereas Western philosophers started investigation by placing man as the center of everything. ഒരു ആന്ത്രോപോമോർഫിസം ഉണ്ട്, അതായത് മനുഷ്യ കേന്ദ്രീകൃത ഫിലോസഫിയാണ് വെസ്റ്റേൺ ഫിലോസഫിയുടെ. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ് ആർ സുപ്പീരിയർ ടു എസെൻഷ്യൽ പ്രോബ്ലംസ്. ദിസ് ഈസ് മൈ ഒബ്സർവേഷൻ എന്നാണ്. ദസ് മൈ ഒബ്സർവേഷൻ, അതായത് എൻ്റെ ഒബ്സർവേഷനൊക്കെ ഏത് ഇതുകൊണ്ടാണ് എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം എസെൻഷ്യൽ പ്രോബ്ലത്തിനേക്കാളും അതിന്റെ സൂപ്പർ സെറ്റ് ആണ്. അതായത് എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലത്തിന്റെ സബ്സെറ്റ് ആണ് എസെൻഷ്യൽ പ്രോബ്ലം. അതുകൊണ്ട് വെസ്റ്റേൺ ഫിലോസഫിയെ ഇന്ത്യൻ ഫിലോസഫി എൻകംപാസ് ചെയ്യേണ്ടെന്നുള്ളതാണ് ഇത് തന്നെ. അപ്പോ ഈ ഭാരതീയത്തില് 9 ദർശനങ്ങളുണ്ട്. ഓരോ ദർശനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതെങ്ങനെ നിങ്ങളുടെ തിങ്കിങ്ങിനെ കുറിച്ച് അഫക്റ്റ് ചെയ്യാന്നുള്ളത് വരും വീഡിയോകളിൽ നമ്മൾ പറയുന്നു. അപ്പോ ഇപ്പൊ നമ്മൾ വേദാന്തത്തിന്റെ ഒരു പ്രമുഖ കൃതിയാണ് സെർച്ച് ഫോർ നോമിൻ വെസ്റ്റേൺ തോട്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്ത ഒരു ലേണിംഗ് മോഡലാണ് മുന്നോട്ട് വെച്ച്. ആ ലേണിംഗ് മോഡൽ എന്താന്ന് പഠിച്ച് അതിനെക്കുറിച്ച് ഇത് ചെയ്യണം. നമ്മൾ ഇത് പിരിയുന്നതിനേക്കാൾ മുമ്പ് എന്നോടൊരാള്, ഞാൻ ഒരു ആനക്ഡോട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നോടൊരാൾ ചോദിച്ചു, ഓക്കെ പ്രസീദിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നും മറ്റേ ഈ ഇന്ത്യൻ മറ്റേ ശങ്കരാചാര്യരാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ് വ്യക്തി എന്നുള്ളതാണ്. അപ്പോ അത് ഈ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അപ്പോ അതിന്റെ ലോഞ്ചിൽ വെച്ച് രാത്രി വളരെയേറെ വൈകിയ ഒരു സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് വേൾഡിലും ഫിലോസഫിക്ക് 3 സ്കൂൾസ് ഓഫ് തോട്ടേ ഉള്ളൂ. മോണിസ്റ്റിക് ഫിലോസഫി അഥവാ ഏകസത്താവാദം, ഡ്യുവലിസ്റ്റിക് ഫിലോസഫി അഥവാ ദ്വിസത്താവാദം, പിന്നെ പ്ലൂറലിസ്റ്റിക് ഫിലോസഫി അഥവാ അനേകസത്താവാദം. അപ്പൊ ഭാരതത്തിലെ 10-16 ദർശനങ്ങളെ ഖണ്ഡന മണ്ഡന രീതിയിലൂടെ അല്ലെങ്കിൽ റെഫ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ശങ്കരാചാര്യര് അദ്വൈത മതം അഥവാ നോൺ ഡ്യുവൽ ഫിലോസഫി മതം എന്നുള്ള അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ദർശനം മുന്നോട്ട് വെച്ചത്. അപ്പോൾ മോണിസവും ഡ്യുവലിസവും പ്ലൂറലിസവും അറിയാവുന്ന ശങ്കരാചാര്യർക്ക് 4ാമത് നോൺ ഡ്യുവലിസം എന്നുള്ളൊരു ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ ചിന്തയുടെ ഒരു ചിന്താശക്തിയുടെ ഒരു മകുടോദാഹരണമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി എന്നുള്ള ഈ 3 തത്വങ്ങളെ നമുക്ക് വേദാന്തത്തിന്റെ ബ്രഹ്മത്തിന് ഏക പോസിറ്റീവ് നിർവചനമുള്ളൂ. അത് പലപ്പോഴും സത്ത്, ചിത്ത്, ആനന്ദം എന്നാണ്. സത്ത് ഓണ്ടോളജി ആയിട്ടും ചിത്ത് എപ്പിസ്റ്റമോളജി ആയിട്ടും ആനന്ദം അതിന്റെ ലക്ഷ്യമായതുകൊണ്ട് ആക്സിയോളജി ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. വരും വീഡിയോകളിൽ സത്യചിത് ആനന്ദം, നേതി ഈ മറ്റേ ഡയലക്ടിക്കൽ മെത്തഡോളജി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ
ഇപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുമ്പോൾ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ നോട്ട് ചെയ്ത് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ച് കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ഫിലോസഫിയിൽ ഇതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ആക്ച്വലി യൂസ്ഫുൾ. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ എന്താ പറയുക, ഐ ആം എക്സ്പെക്ടിങ് യു ഗൈസ് ടു express it in the comment section below. Thank you very much.